എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റേഡിസിനെ ഒന്നാനങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവിടെ കെട്ടിയിടുന്ന ഫെഗോലിയനെയാണ്. അവരെന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഫെഗോലിന് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നു. ഇതേ സമയമാണ് മറ്റ് മാജിക് നൈറ്റ്സിനെ ഒരു കറുത്ത സാധനം വന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സ്പെഷ്യൽ മാജിക് വീണ്ടും ഉപയോഗിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല എന്ന് റേഡിസിനോട് പറയുന്ന ഫെഗോലിയനെ അവർ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് വന്ന ഫെഗോലിയൻ അവിടെ ഒരാളെ കാണുന്നു. എന്ത്, നിങ്ങളോ? ഇതേ സമയം മറ്റൊരു ഭാഗത്ത് കേൾസ് മാജിക് ഉപയോഗിച്ച് യൂനോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലേഡി. പതിയെ പതിയെ യൂനോയുടെ കാഴ്ചയും കേൾവി ശക്തിയും നഷ്ടപ്പെടുന്നു. എന്നാ പെട്ടെന്നാണ് ഡഞ്ചന്റെ അകത്തുനിന്നും കിട്ടിയ ആ പവർഫുൾ ആയിട്ടുള്ള സ്പെൽ ആക്ടിവേറ്റ് ആവുന്നത്. എന്നെ പറ്റി അറിയാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. മരിക്കേണ്ടി വന്നാ പോലും ഞാൻ ഒരിക്കലും തോറ്റു തരില്ല. ഇതേ സമയമാണ് ആ മാജിക് ഉപയോഗിച്ച് യൂനോ ആ ലേഡിയുടെ പവേഴ്സ് എല്ലാം തന്നെ ആക്സോബ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഷെഫ് ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പിൻസിനെയാണ്. അത് വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന അവളെ കണ്ട് ആ ഷെഫിന് നല്ല രീതിയിൽ സന്തോഷാവുന്നു. നാട് മുഴുവൻ നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാ ഇങ്ങനെ ഇവിടെ വാഴ വെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരുടെ അസിസ്റ്റന്റ്സ് അവരെ തന്നെ നോക്കുന്നു. ഇതേ സമയമാണ് അവിടെയുള്ള ഭിത്തി ഇടിച്ചു പൊളിച്ച് ആരോ അങ്ങോട്ട് വരുന്നത്. ആരാടാ എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാപ്പിൻസൺ. സോ യൂനോയുടെ കയ്യിൽ നിന്നും അടികൊണ്ട് ആ മന്ത്രവാദിനിയായിരുന്നു തെറിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവരുടെ യൗവനമെല്ലാം തന്റെ മാജിക് പവർ ഉപയോഗിച്ച് കരസ്ഥമാക്കിയ ആ മന്ത്രവാദിനി ഇപ്പൊ ഒരു കിളവിയായി മാറിയിരിക്കുന്നു. തന്റെ കയ്യിലുള്ള മാജിക് പവേഴ്സ് എല്ലാം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇനി പവർ ഇല്ലെങ്കിൽ തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ മന്ത്രവാദിനി പാപ്പിൻസിനെ നോക്കുന്നു. സോ അവരുടെ ശരീരത്തിൽ ഒരുപാടധികം മാജിക് പവർ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എനിക്ക് വേണം, എനിക്ക് തന്നേക്ക്, മുഴുവനായിട്ടും എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ ലേഡി പാപ്പിൻസിന് നേരെ പോവാണ്. വേണോന്നോ? എന്ത് വേണോന്ന്? അയ്യോ, എന്റെ ഫുഡോ? ഇല്ല, എന്റെ ലഞ്ച് ഞാൻ തരില്ല, എന്റെ ലഞ്ച് ഞാൻ തരില്ല, ഇല്ല, ഒരിക്കലും തരില്ല, ഇങ്ങോട്ട് വരല്ലേ, ഞാൻ എന്റെ ലഞ്ച് തരില്ല. മര്യാദക്ക് എനിക്ക് തന്നേക്ക്. ഇല്ല, എന്റെ ലഞ്ച് ഞാൻ തരില്ല, ഇതെടുക്കരുത് പ്ലീസ്. ഇതേ സമയമാണ് യൂനോ അങ്ങോട്ട് വരുന്നത്. ആ മാജിക്കിന്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവൾ മരിച്ചിട്ടില്ല. എന്ന ഇതേ സമയവും യൂനോയുടെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ കൊണ്ട് അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് യൂനോ ചിന്തിക്കുന്ന സമയത്താണ് ആ ബിൽഡിങ്ങിനകത്ത് നിന്നും വളരെ പവർഫുൾ ആയുള്ള മാജിക് എനർജി പുറത്തോട്ട് വരുന്നത്. മര്യാദയ്ക്ക് അതെനിക്ക് തരാനല്ലേ പറഞ്ഞേ? ഞാനൊരു പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞില്ലേ? വേണ്ട എന്ന് പറഞ്ഞ അതിനർത്ഥം വേണ്ട എന്ന് തന്നെയാ എന്ന് പറഞ്ഞ് പാപ്പിൻസൺ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന പവർ കൂടി അങ്ങ് വലിച്ചെടുക്കുന്നു. ഇല്ല, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുവാണ് ആ തള്ള. ഇനിയൊരിക്കലും നിനക്ക് പ്രതീക്ഷിക്കാനും സാധിക്കില്ല. കോട്ടൺ ക്രിയേഷൻ മാജിക് സ്ട്രൈക്ക് ഓഫ് ദ സ്ലീപ്പിംഗ് ഷീപ്പ് എന്ന് പറഞ്ഞ അവളുടെ വലിയ ആടിനെ ഉപയോഗിച്ച് ഒറ്റയിടി അങ്ങ് ഇടിക്കുന്നു. ഓ മൈ ഗോഡ്, എന്റെ ഫുഡ് കഴിച്ചിട്ടാ അവർക്ക് ഇത്രയധികം പവർ കിട്ടിയേ എന്ന് പറയുവാണ് അവിടുത്തെ ഷെഫ്. നീ ആരാണോ എന്താണെന്നൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ എന്റെ ഫുഡിൽ കൈവച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് താഴെ വീണ ലേഡിയെ മാജിക് പവേഴ്സ് യൂസ് ചെയ്ത് കെട്ടിയിട്ടിരിക്കുന്ന മേജേഴ്സിനെയാണ്. അവിടെയുള്ള ജനങ്ങളുടെ യൗവനമെല്ലാം കൈവശം വെച്ച ആ ലേഡിയുടെ കയ്യിൽ നിന്നും അതെല്ലാം അതാത് ആളുകളുടെ അടുത്തോട്ട് തന്നെ പോകുന്നു. എന്നാൽ ഇതേ സമയമാണ് പാപ്പിൻസൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ആ ആടിന്റെ തലയിൽ നിന്നും താഴോട്ട് വീഴുന്നത്. ഇല്ല, എന്റെ ഫുഡ്, എന്റെ ലഞ്ച്, ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പാപ്പിൻസൺ അതെടുക്കാൻ വേണ്ടി ഓടുന്നു. എന്ന് പെട്ടെന്നാണ് ആ ബിൽഡിങ്ങിൽ നിന്നും അത് താഴോട്ട് വീഴുന്നത്. എല്ലാം അവസാനിച്ചു, എന്റെ ലഞ്ചും പോയി എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുവാണ് പാപ്പിൻസൺ. എന്ന് പെട്ടെന്നാണ് താഴെ വീണ ലഞ്ച് മുകളിലോട്ട് പറന്നുകൊണ്ട് വരുന്നത്. സോ അങ്ങോട്ട് വന്ന യൂനോ ആയിരുന്നു അത് പിടിച്ചിരുന്നത്. അവിടെ നിൽക്കുന്ന പാപ്പിൻസനെ കണ്ട യൂനോ ഈ ചെറിയ പെണ്ണിന്റെ അടുത്ത് നിന്നാണോ അത്രയും വലിയ മാജിക് എനർജി വന്നേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. അപ്പോഴാണ് അവളുടെ റോബ് അവൻ കാണുന്നത്. ബ്ലാക്ക് ബുള്ളോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവളുടെ കയ്യിൽ നിന്ന് തന്നെയാ. പാപ്പിൻസന്റെ ലഞ്ച് വളരെയധികം സേഫ് ആയിട്ട് അവളുടെ അടുത്ത് കൊണ്ടുവന്ന് തന്നത് കൊണ്ട് തന്നെ അപ്പോഴാണ് യൂനോയെ അവൾ ശരിക്കും പോലെ കാണുന്നത്. എന്റെ ലഞ്ച് രക്ഷിച്ചോണ്ട് വന്ന ഈ സുന്ദരൻ ഏതാ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അവൾ. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് നാണത്തോടെ പറയുവാണ് പാപ്പിൻസൺ. പിന്നീട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന യൂനോക്ക് ഫുഡ് വേണോന്ന് ചോദിക്കുകയാണ് പാപ്പറ്റ്സൺ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേര് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പാപ്പിൻസൺ. ഇത് ചെറുതായിട്ട് കാണാനും കേൾക്കാനും യൂനോനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ശരിയാ, ആ മാജിക് എന്റെ ശരീരം പതിയെ പതിയെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന പെട്ടെന്നാണ് യൂനോ ബോധം കെട്ടി താഴോട്ട് വീഴാൻ വേണ്ടി പോകുന്നത്. സോ പെട്ടെന്ന് തന്നെ പാപ്പിൻസൺ ഒരു കിടക്ക പോലെ ഒരുപാടധികം കോട്ടൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് വീഴുന്ന യൂനോ പാപ്പിൻസന്റെ മുകളിലൂടെയാണ് വീഴുന്നത്. എന്നാലും അവൾക്ക് പ്രധാനപ്പെട്ടത് അവളുടെ ഫുഡാണ്. പിന്നീട് നമ്മൾ കാണുന്നത് റേഡിസിനോട് ചൂടായിക്കൊണ്ടിരിക്കുന്ന ലിയോനെയാണ്. നീ എന്താടാ ചെയ്തേ? എന്റെ ബ്രദറെ നീ എങ്ങോട്ടാടാ അയച്ചേ? പറയടാ എന്ന് പറഞ്ഞ അവനോട് ചൂടാവുന്നു. എന്ന് ഇത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്പെഷ്യൽ മാജിക്കാ, അത് അവൻ അറിയില്ല.
സോ അത് ചെയ്തത് വേറെ ഒരാളാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മാജിക് ഒരിക്കലും ദൂരെ നിന്ന് ചെയ്യാൻ സാധിക്കില്ല. സോ ഇവിടെ എവിടെയോ ഉണ്ടാവൻ എന്ന് പറയാണ് നോയൽ. ഇത് കേട്ട ആസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു നോക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സോംബീസിനെ എല്ലാം അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ അതിന് നേരെ തന്നെ സോടെടുത്ത് ഓടുവാണ് ആസ്ത. ഓടിപ്പോയി ഒറ്റ വെട്ട് അങ്ങ് വെട്ടുന്നു. പെട്ടെന്നാണ് അതിനകത്തുണ്ടായിരുന്ന ഒരാൾ തെറിച്ച് മുകളിലോട്ട് അങ്ങ് പോകുന്നത്. വളരെ നന്നായിട്ട് എന്നെ കണ്ടുപിടിച്ചല്ലോ. എന്റെ മാജിക്കൽ ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ശരിക്കും നീ വളരെ വലിയൊരു മൃഗം തന്നെയാ എന്ന് ആസ്തയെ നോക്കി പറഞ്ഞ് അവൻ അവന്റെ മാസ്ക് അങ്ങ് കീറുന്നു. സോ സോംബിയെ പോലെ വേഷം കെട്ടിയ വേറൊരുത്തരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നെ ഇതിലും വലുതായിട്ട് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവനൊരു പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നു. പെട്ടെന്നാണ് അതിനകത്തു നിന്നും എന്തോ താഴോട്ട് വീഴുന്നത്. പെട്ടെന്ന് അത് കണ്ട് എല്ലാവരും സ്തംഭിച്ചു പോകുന്നു. സോ ക്രിംസൺ ലയൺസിന്റെ ദ ഗ്രേറ്റ് ക്യാപ്റ്റൻ ഫെഗോലിയൻ ആയിരുന്നു അത്. അവരുടെ അടുത്തോട്ട് ഓടിച്ചെന്ന നോയലും ലിയോയും കാണുന്നത് ഒരു കൈയില്ലാതെ കിടക്കുന്ന ഫെഗോലിയനെയാണ്. ബ്രദർ എന്ന് പറഞ്ഞ് ലിയോ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. ഇല്ല, ഇതെന്റെ ബ്രദർ അല്ല, അവരൊരിക്കലും തോൽക്കില്ല. ഇല്ല, അവരൊരിക്കലും തോൽക്കില്ല എന്ന് ലിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ ഗ്രിമോർ താഴോട്ട് വീഴുന്നത്. അവരുടെ ഗ്രിമോർ ഇനിയും മാഞ്ഞു പോയിട്ടില്ല. അതിനർത്ഥം അവർക്ക് ജീവനുണ്ടെന്നാ. സോ ഫെഗോലിയൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ നോയൽ അവരുടെ ബ്ലീഡിംഗ് തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ ഗ്രിമോർ പതിയെ പതിയെ മാഞ്ഞു പോവാൻ വേണ്ടി തുടങ്ങുന്നത്. ഇല്ല, ഇങ്ങനെ നടക്കാൻ വഴിയില്ല. ലിയോപോൾ, പെട്ടെന്ന് എന്നെ ഇവരിവിടെ നിന്ന് കൊണ്ടുപോകണം, എന്നെ സഹായിക്ക് എന്നെ. ഇത് കേട്ടില്ലയോ തന്റെ ചേട്ടൻ അങ്ങനെ സംഭവിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിൽക്കുവാണ്. നീ നേരത്തെ ഒരുപാട് സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്താ നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും പറയടാ എന്ന് പറഞ്ഞ് റേഡീസ് അവനെ ഒറ്റ അടി അങ്ങ് കൊടുക്കുന്നു. തെറിച്ചുപോയ ലിയോ ഒരു ചുമരിൽ തട്ടി താഴെ വീഴുന്നു. ഇങ്ങനെയൊരു മാജിക് പെട്ടെന്ന് എങ്ങനെയാ ഇവന്റെ അടുത്ത് നിന്നും വന്നേ എന്ന് ചിന്തിക്കുകയാണ് നോയൽ. നിന്റെ പർപ്പസ് നീ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മറ്റു മാജിക് നൈറ്റ്സ് വരുന്നതിന് മുൻപ് പെട്ടെന്ന് എന്നെ ഇവിടെ നിന്നും പൊക്കോ എന്നാ വീടിന്റെ മുകളിൽ നിൽക്കുന്നവൻ പറഞ്ഞ് അവരെ പോവാനുള്ള ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് നിന്നെ ഇവിടെ നിന്നും പോവാൻ ഞാൻ അനുവദിക്കില്ലടാ എന്ന് പറഞ്ഞ ആസ്ത അങ്ങോട്ട് വരുന്നു. ഓ, വീണ്ടും നീയോ? എന്റെ പപ്പറ്റ്സിനെ എല്ലാം കൊന്ന നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. ഞാൻ വരും, അന്ന് നിന്റെ അവസാനമായിരിക്കുമോ ആസ്ത എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് അവനെ തടയാൻ വേണ്ടി ഓടുവാണ് ആസ്ത. ഞാൻ ഒരുപാട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അവനെ തടയാൻ സാധിക്കില്ല. ഹേ ആസ്ത, അവൻ പോയിക്കോട്ടെ, അവനെ വിട്ടേക്ക്. ഇവർക്ക് ഒരുപാട് രക്തം ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. ഇല്ല, അവനെ പിടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും സമാധാനത്തോടെ ഇരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും എനിക്ക് ഇവനെ തടയാൻ സാധിക്കും എന്ന് പറഞ്ഞ അവന്റെ ചെറിയ സോടെടുത്ത് അവനെ നേരെ ഏറിയാണ് ആസ്ത. സോ പെട്ടെന്ന് തന്നെ ആ പോർട്ടൽ അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. ഇതേ സമയം അങ്ങോട്ട് ഓടി വന്ന ആസ്ത തന്റെ വലിയ സോഡ് ഉപയോഗിച്ച് അവനെ ഒറ്റ വെട്ട് അങ്ങ് വെട്ടുന്നു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എത്രത്തോളം നീ കഷ്ടപ്പെടുത്തി, അതിനെല്ലാം നീ അനുഭവിക്കൂടാ എന്ന് പറഞ്ഞ് അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്ത. മാജിക് പവർ ഇല്ലാത്ത ഒരു മണ്ണിര എന്നെ അറ്റാക്ക് ചെയ്യുന്നോ എന്ന് പറഞ്ഞ് തന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് റേഡീസ്. ഇനി നീ എത്ര ശ്രമിച്ചാലും എന്നെ തൊടാൻ പോലും നിന്നെ കൊണ്ട് സാധിക്കില്ല. എന്റെ കയ്യിൽ മാജിക് പവർ ഇല്ലായിരിക്കാം, ഇവിടെയുള്ളവരുടെ അത്രയും പവറും ഇല്ലായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ വിസാർഡ് കിങ് ആയിട്ട് എല്ലാവർക്കും പ്രൂവ് ചെയ്ത് കാണിക്കൂടാ. ഇത് കേട്ട് റേഡീസ്, ഹേയ് വാൾഡോസ്, നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അവൻ അവരോട് ചോദിക്കുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന ആന്റി മാജിക് സോഡ് അത് വളരെയധികം ടഫാണ്. ശരി, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന് പെട്ടെന്നാണ് പുറകിലൂടെ വന്ന ലിയോ അവൻ അതിൽ നിന്നും തടയുന്നത്. ഇനിയും മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല, എപ്പോഴും വളരെയധികം സമാധാനത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് ഇപ്പോ കണ്ടില്ലേ എന്ന് പറയുവാണ് ലിയോ. സോ റോഡീസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ലിയോയും ആസ്തയും ഒരുമിച്ച് അവന്റെ അടുത്തോട്ട് പോകുന്നു. ഹേയ് വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്, എന്നെ തൊട്ടാ വിവരം അറിയും. പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്. വളരെയധികം കഷ്ടമാണല്ലോ. ശരി, മാസ്റ്റർ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞ് അവർക്ക് ചുറ്റും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ട് കുറച്ചു പേർ പ്രത്യക്ഷപ്പെടുന്നു. ഇനിയും 5 പേര് കൂടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ലിയോ നോക്കുന്ന സമയത്താണ് ആസ്തയുടെ മേത്തു നിന്നും ഒരുപാട് ബ്ലഡ് പുറത്തോട്ട് പോകുന്നത്. ഈ മാജിക് പവേഴ്സ് ഒന്നും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. എന്ന ഈ മുറിവുകൾ, ഇതിനെ കൊണ്ട് എപ്പോ വേണമെങ്കിലും എന്നെ താഴെ ഇടാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ആരോടും സഹായം ചോദിച്ചിട്ടില്ലല്ലോ എന്ന് റേഡീസ് അവർ വന്നവരോട് പറയുന്നു. ഓ, ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു, അവരെപ്പോഴേ നിന്നെ കൊന്നേനെ. പെട്ടെന്നാണ് ആസ്ത തന്റെ 2 സോഡ് ഉപയോഗിച്ച് അവനെ തന്നെ മുറിവാക്കുന്നത്. ഇത് കണ്ട് ലിയോയും നോയലും അവനെ തന്നെ നോക്കുന്നു. ഈ വേദനയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. വീണ്ടും എനിക്ക് എന്റെ പഴയ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കേട്ട് റേഡീസ് അവനെ തന്നെ നോക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് അങ്ങോട്ട് വന്നവരെല്ലാവരും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ.
ജനിച്ചപ്പോ തൊട്ട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പോലെയുള്ളവർ എത്ര പവർഫുൾ ആണെങ്കിലും എത്ര പേരുണ്ടെങ്കിലും എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഒറ്റൊരുത്തനെ പോലും ഞാൻ വെറുതെ വിടില്ല. സംശയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കടാ.